തിരുവനന്തപുരം മൊട്ടമൂട് പറമ്പുകോണത്ത് അങ്കണവാടിയിൽ കുട്ടിയോട് ടീച്ചറുടെ ക്രൂരത. 2.25 വയസ്സ് മാത്രമുള്ള കുട്ടിയുടെ മുഖത്ത് പുഷ്പകല എന്ന ടീച്ചർ കൈവീശി അടിച്ചു. പരുക്കേറ്റ കുട്ടി തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശുപത്രി അധികൃതർ വിവരം പോലീസിന് കൈമാറി. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് കുട്ടിയുടെ പിതാവ് പ്രവീൺ 24നോട് പറഞ്ഞു. പിതാവ് പറഞ്ഞത് കേൾക്കാം. പക്ഷെ ഇന്നലെ ഇവിടെ ഒന്നും അനക്കൊന്നുമില്ല, മിണ്ടാതെ ഇരുന്ന് ട്രോമ സ്റ്റേജിലാണ് ഇരുന്നത്. അടിയുണ്ട് ആ ഒരു ഇതിൽ തന്നെ. അപ്പം ചേട്ടത്തി കയ്യിൽ വാങ്ങിച്ചപ്പം മടിയിൽ കൂടെ കിടന്ന് അപ്പം തട്ടി എന്താന്നൊക്കെ ചോദിച്ചപ്പം അനക്ക് ഒന്നും മിണ്ടില്ല. അപ്പം ഒന്നുകൂടെയൊക്കെ തട്ടി ഇങ്ങനെ നോക്കിയപ്പോഴാണ് കവിളിലൊരു പാട് കണ്ട്. പക്ഷെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരമ്പി കിടന്ന പാട്, പിന്നെ പറയുന്നത് മറ്റോ കൊച്ച് കടിച്ചതായിരിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം പിന്നെ സ്പോട്ടിൽ ടീച്ചറിനെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ആയെ വിളിച്ചപ്പോൾ ആയ ലീവാണെന്ന് പറഞ്ഞ്. പിന്നെ ആശാവർക്കൻ്റെ വീട്ടിൽ പോയി വിളിച്ചപ്പം ടീച്ചർ ഫോൺ എടുത്ത് പറഞ്ഞ് അവരവിടെ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. ഈ രണ്ടുപേരുടെ സംസാരത്തിൽ ഒരു പന്തികേടുണ്ട്. ഇതിപ്പം അവർ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകണം. കാരണം ഇന്നെൻ്റെ ക്വസ്റ്റ്യനെങ്കിൽ നാളെ വേറൊരു ക്വസ്റ്റ്യൻ ആവല്ല. ശക്തമായ നടപടിയുണ്ടാകുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ 24നോട് പറഞ്ഞു. തീർച്ചയായും ഈ കാര്യത്തിൽ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകും. ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. കാരണം എന്ന് വെച്ചാൽ വളരെ ചെറിയ കുട്ടിയാണ്, ഒരു പിഞ്ചു കുഞ്ഞാണ്. ഇത്തരമൊരു പ്രവൃത്തി ഒരു അംഗൻവാടി വർക്കറിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശക്തമായ നടപടികൾ ഉണ്ടാവണം. അതിനാവശ്യമായ ഇടപെടൽ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ കാര്യത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയും. അതോടൊപ്പം പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്താണ് നടപടി ഉണ്ടായത് എന്നുള്ള കാര്യം കൂടെ കമ്മീഷൻ പരിശോധിക്കും. ഇങ്ങനെ കുട്ടികളെ തല്ലുന്നവർ പ്രവർത്തിക്കേണ്ട മേഖലയല്ല അംഗൻവാടി എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും ഈ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഉള്ള ഒരു കൃത്യമായ ഒരു നിർദ്ദേശം സർക്കാരിന് സമർപ്പിക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദാണ് ഈ വാർത്ത ആദ്യം പുറം ലോകത്തെ അറിയിച്ചത്. അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ അറിഞ്ഞത്. ഇത് വളരെ വേദനയുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. 2.25 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. കൃത്യമായി എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും പറയാറായിട്ടില്ലാത്ത പ്രായവും കൂടിയാണ്. അത്ര പിഞ്ചു കുഞ്ഞിനെയാണ് ഈ അധ്യാപിക ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചത്. നമ്മളിത് എങ്ങനെയാണ് ഈ വിവരം പുറത്തേക്ക് വന്നത്? ആശുപത്രി അധികൃതർ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയൊക്കെ അറിയിക്കുകയായിരുന്നു. അപ്പോൾ അവർക്കിതിൽ കൃത്യമായി തന്നെ ബോധ്യപ്പെടൽ ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ പിന്നീടുണ്ടായ നടപടികളൊക്കെ? ഈ സംഭവം അതായത് ഇത് കേസാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പുറത്തു വന്നിട്ടോ നമ്മൾ വാർത്തയാക്കുന്നതല്ല. പകരം ഇങ്ങനൊരു അതിക്രമം ഈ പറയുന്ന സ്ഥലത്ത് മുട്ടമൂട് എന്ന് പറയപ്പെടുന്ന പറമ്പുകോണം എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അംഗനവാടിയിൽ കുഞ്ഞിനിങ്ങനൊരു അനുഭവം ഉണ്ടായി എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിച്ചു. മാത്രമല്ല അതിനുശേഷമാണ് നമ്മൾ ആ രക്ഷകർത്താക്കളെ ബന്ധപ്പെടാനടക്കം ശ്രമിച്ചത്. നമ്മൾ ആ രക്ഷകർത്താവിനെ ബന്ധപ്പെടുമ്പോൾ, ആ പിതാവിനെ ബന്ധപ്പെടുമ്പോൾ അന്നേരം ആ പിതാവ് തിരുവനന്തപുരം അമ്മയും കുഞ്ഞും ആശുപത്രി, തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ആ കുട്ടിയുമായി ENT OPയിൽ നിൽക്കുകയായിരുന്നു. പിന്നീട് നമ്മൾ പോലീസിൽ നിന്ന് വിവരശേഖരണം ഇക്കാര്യത്തിൽ നടത്തി. പോലീസിന്റെ ചില രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇത് സംബന്ധിച്ച് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്നും മാത്രമല്ല അതിന് ചില ചിത്രങ്ങളടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള വിവരം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ആ ചിത്രങ്ങൾ നമ്മൾ നോക്കിയപ്പോഴാണ് ഇത് കൊടും ക്രൂരതയാണ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടത്. ആദ്യം തന്നെ ആ ചിത്രം കാണുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖത്ത് 2.25 വയസ്സുള്ളൊരു കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ മുഖത്ത് ഒരു 3 വിരലിൻ്റെ പാടുള്ള ഒരു തെണുപ്പ് കിടക്കുന്ന രീതിയിൽ അതങ്ങനെ പൊങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഗുരുതര സ്വഭാവം മനസ്സിലാകുന്നത്. ഏതായാലും അതിനുശേഷം നമ്മൾ രക്ഷകർത്താക്കളോട് ബന്ധപ്പെട്ടപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് അറിയാൻ കഴിഞ്ഞു. അതിൽ ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കുഞ്ഞ് 2.25 വയസ്സുള്ള കുഞ്ഞ് എന്തായാലും വീട്ടിൽ നിന്ന് നേരെ അംഗനവാടിയിലേക്കും അംഗനവാടിയിൽ നിന്ന് തിരികെ വീണ്ടും വീട്ടിലേക്കുമാണ് എത്താറുള്ളത്. അതിനകത്ത് വേറെങ്ങും കുഞ്ഞ് പോകാൻ സാധ്യതയുമില്ല. മാത്രമല്ല ഈ കുഞ്ഞിനെ ഇന്നലെ കുളിപ്പിക്കാൻ എടുക്കുമ്പോഴാണ് കുഞ്ഞിൻ്റെ മുഖത്ത് ഇങ്ങനൊരു പാട് കണ്ടത്. നേരത്തെ അച്ഛൻ പറഞ്ഞു കുഞ്ഞ് വീട്ടിലെത്തിയത് മുതൽ ഒരു തണുത്ത സ്വഭാവത്തിൽ നല്ല ആക്റ്റീവായ കുഞ്ഞാണ്. പക്ഷെ ഒരു പക്ഷേ ഇങ്ങനൊരു അടി അപ്രതീക്ഷിതമായി കൊണ്ടതുകൊണ്ടായിരിക്കും. അതൊരു ട്രോമയാണ്. കുഞ്ഞങ്ങനെ ഈ മടിയിൽ ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. പിന്നീട് അവർ ആ പാട് കാണുന്നു. പാട് കണ്ട ഉടനെ ഈ ആദ്യം ടീച്ചറെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ടീച്ചറെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നീട് അവിടുത്തെ ആശാവർക്കറെ ബന്ധപ്പെട്ടു. അപ്പോഴാണ് അങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് അറിയില്ല, താൻ അവിടെ ഉണ്ടായിരുന്നു ആശാവർക്കർ മറുപടി പറഞ്ഞു. അങ്ങനെയാണ് ഇവർ തൈക്കാട് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് ഉച്ചവരെ തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വിദഗ്ധ ചികിത്സ, അതായത് കുഞ്ഞിൻ്റെ കർണപടം തീർത്ത് സ്വാഭാവികമായി മടി കൊള്ളുമ്പോൾ വളരെ ചെറിയ പ്രായമാണ്. ആ കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതങ്ങൾ ഏറ്റിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ മാറ്റി ഇപ്പോൾ വിദഗ്ധ പരിശോധന നടത്തി വരുന്നത്. ഈ സംഭവത്തിൽ എന്തായാലും നടപടി ഉറപ്പാണ്. ഇതിനോടകം തന്നെ ടീച്ചറെ താൽക്കാലികമായി മാറ്റിയെന്നുള്ള വിവരം വകുപ്പിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല
മാത്രമല്ല പോലീസ് തമ്പാനൂർ പോലീസിലേക്ക് തൈക്കാട് ആശുപത്രിയിൽ നിന്നും വിവരം കൈമാറിയിട്ടുണ്ട്. നരുവാമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ക്രൈം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നരുവാമൂട് പോലീസായിരിക്കും FIR എടുക്കുക. അതിനൊപ്പം തന്നെ ഇക്കാര്യത്തിൽ ബാലാവകാശ കമ്മീഷന്റെയും വനിതാ ശിശുക്ഷേമ വികസന വകുപ്പിന്റെയും ഒക്കെ ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കാം. അത്യന്തം ക്രൂരമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അടിക്കടി ഇങ്ങനെ ചില വാർത്തകൾ, ചില ക്രൂരമർദ്ദനങ്ങളുടെ വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ 2.25 വയസ്സുള്ള ഒരു കുഞ്ഞിനെ മുഖത്ത് ഈ രീതിയിൽ ശക്തമായി ആഞ്ഞടിച്ചതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരിക്കലും ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കാതിരിക്കുക. കുഞ്ഞനുഭവിച്ച വേദന, ആ കുഞ്ഞിനുണ്ടായ ട്രോമ അടക്കമുള്ള കാര്യങ്ങൾ ഇനി ഒരു കുഞ്ഞിനും ഉണ്ടാകരുതെന്ന് മാത്രമാണ് നമുക്ക് ഈ വിഷയത്തിൽ നമുക്ക് ആത്മാർത്ഥമായി പറയാനുള്ളത്. ഇപ്പോൾ ഇതിൽ ഈ അധ്യാപികയുടെ പ്രതികരണം തുടക്കത്തിൽ അവരത് നിഷേധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്കുള്ള കൂടുതൽ പ്രതികരണങ്ങൾ അതിനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചിരുന്നോ? അനുജ, അധ്യാപികയുടെ പ്രതികരണത്തിന് പുഷ്പയുടെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചിരുന്നു. പക്ഷേ അവർക്ക് തൽക്കാലം സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. മാത്രമല്ല ഇക്കാര്യത്തിൽ വകുപ്പ് തല അന്വേഷണം വേണം. എന്താണ് അംഗനവാടിയിൽ നടന്നത് എന്നറിയണം. അതടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷം ഒരു പക്ഷേ അവർ പ്രതികരിക്കുമെന്ന് നമുക്കിപ്പോഴും കരുതാനാവില്ല. പക്ഷേ അവരുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം വകുപ്പിൽ നിന്ന് അറിയാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടി ഒരു പക്ഷേ വനിതാ ശിശുക്ഷേമ വികസന വകുപ്പ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകും. അതിൻ്റെ മന്ത്രിയും ആ രീതിയിൽ തന്നെയുള്ള ഒരു ഉറപ്പ് നമുക്ക് നൽകിയിട്ടുമുണ്ട്. അനുജ, അതാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ ബാലാവകാശ കമ്മീഷന്റെ ഒക്കെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഈ കുഞ്ഞുങ്ങളോടുള്ള ക്രൂരത പല തലത്തിൽ പല തരങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും വാർത്തകളായൊക്കെ നൽകാറുള്ളതാണല്ലോ. ഇതെന്തുകൊണ്ട് ഇത് ആവർത്തിച്ച് സംഭവിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യം ഗൗരവതരമായൊരു ചോദ്യമാണ്. അത് വീണ്ടും ഒരിക്കൽ കൂടി ഉയർന്നു വരികയല്ലേ ഷഫീദ്? അനുജ, ഉറപ്പായിട്ടും ഇന്ന് നമ്മൾ ഈ വാർത്ത ആദ്യം ക്യാരി ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാലാവകാശ കമ്മീഷൻ KV മനോജ് കുമാർ സാറിനോട് ചോദിച്ച ചോദ്യവും അതാണ്. ഇത് ഇത്തരത്തിൽ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ അതിൽ സർക്കാർ തലത്തിൽ ഇടപെടൽ വേണ്ടേ? മാത്രവുമല്ല അംഗനവാടികളിലൊക്കെ പരിശീലിപ്പിച്ച ആൾക്കാരെ അല്ലേ അങ്ങോട്ടേക്ക് വിന്യസിക്കേണ്ടത്? അവർ കുട്ടികളോട്, പ്രത്യേകിച്ച് വളരെ ചെറിയ കുട്ടികളാണ്, അവർ സ്വാഭാവികമായും കുസൃതി കാണിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ആ രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളല്ലേ അത്തരം സ്ഥലങ്ങളിൽ നിയമിക്കേണ്ടതെന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചതാണ്. പക്ഷേ അക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന ബാലാവകാശ കമ്മീഷൻ ഉറപ്പും നൽകിയിട്ടുണ്ട്. അനുജ, ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം കൂടി നമ്മൾ ഗൗരവമായി കാണേണ്ടതാണ്. കാരണം ഇന്നലെ സാധാരണ ഒരു അംഗനവാടിയിൽ 3 പേരാണ് ഉണ്ടാവുക. അതിലൊന്ന് ടീച്ചറായിരിക്കും, ആശാ വർക്കറായിരിക്കും, പിന്നെ ഒരു ആയയും ഉണ്ടാകും. ഇന്നലെ ആയ എത്തിയില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ ജോലി അംഗനവാടിയിലെ ജോലിയെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ജോലി കുറച്ച് കൂടി അതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷൻ ഇവർക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ ആ പേരൻസിന്, അവരുടെ രക്ഷകർത്താക്കൾക്ക് അങ്ങനെ ചില ആശങ്കകളുണ്ട്. അതുകൊണ്ടാണോ കുഞ്ഞിനെ മർദ്ദിച്ചത്? പക്ഷേ എന്ത് ഫ്രസ്ട്രേഷൻ്റെ പുറത്താണെങ്കിലും ഈ രീതിയിൽ കുഞ്ഞുങ്ങളെ, 2.25 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഈ രീതിയിൽ കൈവീശി അടിച്ച കുഞ്ഞിൻ്റെ മുഖം തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. മാത്രവുമല്ല തിരുത്തപ്പെടേണ്ട കാര്യവുമാണ്. അനുജ, അതാണ് ഒരു കാരണവശാലും ആവർത്തിക്കപ്പെടാൻ കഴിയില്ലാത്ത ഒരു കാര്യം, ആവർത്തിക്കപ്പെടരുതാത്ത ഒരു കാര്യമാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് സംഭവിച്ചിരിക്കുന്നത്. പറമ്പുക്കോണത്തെ ഒരു അങ്കണവാടിയിലാണ് 2.25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനോട് ടീച്ചറുടെ ക്രൂരത, മുഖത്ത് കൈ വീശി ആഞ്ഞടിക്കുകയായിരുന്നു എന്നാണ്. അതിൻ്റെ പാടുകളൊക്കെ ആ കുഞ്ഞിൻ്റെ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട്. എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ കർണപുടത്തിന് എന്നതിലൊക്കെ വിദഗ്ധമായ പരിശോധന ആവശ്യമുണ്ട്. തൈക്കാട് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആ കുഞ്ഞുള്ളത്. കുഞ്ഞിന് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്താറായ പ്രായം പോലും ആയിട്ടില്ല. പക്ഷേ ഇത്ര വലിയൊരു ക്രൂരത ആ കുഞ്ഞിനോട് എന്തിനാണ് ഈ അധ്യാപിക കാണിച്ചത് എന്നൊക്കെയാണ്. അതിൽ ഒരു കാരണവശാലും ചെയ്യരുതാത്ത കാര്യം. അവരെ സസ്പെൻഡ് ചെയ്യും. കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നതാണ് ഷഫീദ് റാവുത്തർ നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.